നമസ്കാരം. ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻ്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. എനിക്ക് പലപ്പോഴും പേഷ്യൻസ് എന്നെ കാണാൻ വരുമ്പോൾ പലരും വരുന്നത് അമിതവണ്ണം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വണ്ണം കാരണം ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് മറ്റ് അസുഖങ്ങൾ മൂർച്ഛിച്ചു വരുന്നു. അപ്പോൾ അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം പലരും വന്ന് കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും ആൾക്കാരുടെ ഒരു ചിന്താഗതി ഒത്തിരി കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് വണ്ണം വയ്ക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും അവരുടെ കൂടെ വരുന്നവരും ചിലപ്പോൾ ഇതുപോലെയുള്ള കമൻസൊക്കെ പറയാറുണ്ട്. ഒരു പരിധി വരെ അതിൻ്റെ അകത്തൊക്കെ ഒരു ശരിയുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒബീസിറ്റി അല്ലെങ്കിൽ വണ്ണം കൂടുതൽ വരുന്നു എന്നുള്ളത് ജസ്റ്റ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. പലർക്കും ഈ കഴിക്കുന്ന കാലറീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമിതമായ ഒരു മെറ്റബോളിക് ഇംബാലൻസ് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഈ വണ്ണം ഒരു അമിതമായി വയ്ക്കുന്നത്. അതുകൊണ്ട് ഒബീസിറ്റി അല്ലെങ്കിൽ വണ്ണം കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യം, അല്ലെങ്കിൽ BMI, ബോഡി മാസ് ഇൻഡെക്സ് വെച്ചാണല്ലോ നമ്മളിതൊക്കെ അളക്കുന്നത്. ഇപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് 30ൻ്റെ മുകളിൽ നിൽക്കുന്നത് ഒരു ഡിസീസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ജസ്റ്റ് നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. അതുപോലെ തന്നെ വേറെ പല കണ്ടീഷൻസിൽ, ഹോർമോൺ പ്രശ്നങ്ങളിൽ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ അമിതമായ കോർട്ടിസോൾ ഉണ്ടാകുന്ന അഡ്രീനൽ ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളിലെല്ലാം നമുക്ക് അങ്ങനെ വണ്ണം വയ്ക്കാം. അപ്പോൾ വണ്ണം കൂടുതൽ വയ്ക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് കാരണം തന്നെ ആയാലും വണ്ണം കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BMI ഒരു 27ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 30ൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹം വരാനുള്ള സാധ്യത ഒരു 40 മടങ്ങ് കൂടുക. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത, ഹൃദ്രോഗം വരാനായിട്ടുള്ള സാധ്യത, അതുപോലെ തന്നെ കരളിൻ്റെ അകത്ത് കൊഴുപ്പടിഞ്ഞ് ചേർന്ന് ഫാറ്റി ലിവർ, അതിൻ്റെ ഗ്രേഡ് കൂടി സിറോസിസ് ആവാനുള്ള സാധ്യത, പലതരം ക്യാൻസേഴ്സ്, കോളൻ ക്യാൻസർ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെ പല ക്യാൻസേഴ്സിൻ്റെയും ഇൻസിഡൻസ് ഈ വണ്ണം കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അത് വരാനായിട്ടുള്ള സാധ്യത ഗണ്യമായി കൂടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സന്ധിവേദനകൾ, ഈ ജോയിൻസിന് തേയ്മാനം, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ഈ വണ്ണം കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫലപ്രദമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡയറ്റിന് അതിൻ്റെ അകത്തൊരു ഒരു 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 റോളുണ്ട്. അതുപോലെ തന്നെ എക്സസൈസിനൊരു റോളുണ്ട്. പക്ഷേ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇതിനു വേണ്ടി ഫലപ്രദമായ ചികിത്സ മോഡേൺ മെഡിസിനിൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയതായി നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ വണ്ണം കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇത് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇത് ഇൻസുലിൻ എടുക്കുന്നത് പോലെ തന്നെ എളുപ്പത്തിൽ എടുക്കാവുന്ന, സ്വന്തമായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഒരു പ്രാവശ്യം നമ്മൾ പഠിപ്പിച്ചാൽ വീട്ടിൽ വെച്ച് തന്നെ എല്ലാ ആഴ്ചയിലും എടുക്കാവുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അതിന് പ്രത്യേകിച്ച് ഫുഡായിട്ട് കണക്ഷനോ അല്ലെങ്കിൽ ഇന്നൊരു പ്രത്യേക സമയത്ത് എടുക്കണമെന്നോ ഒന്നുമില്ല. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ്റെ പേര് മുൻജാരോ എന്നാണ്, അല്ലെങ്കിൽ ടിർസപെറ്റൈഡ് എന്നുള്ള ആണ് അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള, വേൾഡിൽ ഒരു അമേരിക്കൻ കമ്പനി മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇന്ത്യയിലും അത് നമുക്ക് ഇപ്പോഴാണ് വിപണിയിൽ ലഭ്യമായിരിക്കുന്നത്. 2022 മുതൽ അത് യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു 2 വർഷത്തെ ഡാറ്റയും ഇതിനെക്കുറിച്ചുണ്ട്. ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കാരണം ഈ പുറം രാജ്യങ്ങളിൽ ഇതിന് വളരെയധികം ഹൈ ഡിമാൻഡ് ആയതുകൊണ്ട് പലപ്പോഴും ഈ പുതിയ മാർക്കറ്റുകളിലേക്ക് പുതിയ കൺട്രീസിലേക്ക് കമ്പനിക്ക് വരാനായിട്ട് അവർക്ക് സഫിഷ്യൻറ്റ് സ്റ്റോക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയിലേക്കുള്ള ലോഞ്ച് ഇത്രയും വൈകി. ഇപ്പോൾ നമുക്ക് ഒരു 2 മാസമായി നമുക്കിപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഇഞ്ചക്ഷൻ, എന്താണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഇഞ്ചക്ഷൻ ശരിക്കും 5 തലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് എടുക്കേണ്ടത്. ഇത് ഒന്ന് നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്ത് നമുക്ക് ആപ്പിറ്റൈറ്റ് കുറയ്ക്കും, നമുക്ക് സെക്റ്റൈറ്റി ഉണ്ടാക്കും, നമുക്ക് ഒരുപാട് കൂടുതൽ കഴിക്കണമെന്ന് തോന്നില്ല, നമുക്ക് വളരെ കുറവ് ഭക്ഷണം നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കും. ഈ ഹങ്കർ പാങ്സ് നമുക്ക് ഉണ്ടാവില്ല. രണ്ടാമത്, ഇത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ സെൽസ്, നമുക്കറിയാം ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ സെൽസാണ്. അതിനോടനുബന്ധിച്ച് തന്നെ വേറെ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ആൽഫ സെൽസും ഉണ്ട്. ഈ 2 സെൽസിൻ്റെ മുകളിലും ഈ ഇഞ്ചക്ഷൻ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻസുലിൻ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനും നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രമേഹമുള്ളവരാണെങ്കിൽ പ്രമേഹത്തെ നിയന്ത്രിക്കാനും ആ ഒരു രീതിയിലുള്ളൊരു നല്ലൊരു ഹോർമോണൽ കൺട്രോളും ഈ ഇഞ്ചക്ഷനിലൂടെ നമുക്ക് ലഭിക്കും. 3, ഇത് നമ്മുടെ ബവൽസിൽ ആക്ട് ചെയ്യും. ബവൽസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
കുടൽ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഫുഡ് കുടലിൽ കൂടെ പാസ് ചെയ്യുമ്പോഴാണ് അത് അബ്സോർബ് ആകുന്നത്. അപ്പോൾ അതിൻ്റെ പാസേജ് സ്ലോ ഡൗൺ ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് കൂടുന്ന സാഹചര്യമൊക്കെ കുറയ്ക്കുകയും അതിൻ്റെ ഒരു നിയന്ത്രണത്തിനും ഈ ഇഞ്ചക്ഷൻ ഹെൽപ്ഫുള്ളാണ്. 4, ഇത് നമ്മുടെ ബൾക്കിൻ്റെ മുകളിൽ വർക്ക് ചെയ്യും. ബൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ വിസറൽ ഫാറ്റ് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ടമ്മിയുടെ ചുറ്റും ഇരിക്കുന്ന ഈ അബ്ഡമനൽ ഫാറ്റ്, അതുപോലെ തന്നെ അനാവശ്യമായി ഓർഗൻസിൽ, ലിവറിൽ, പാൻക്രിയാസിൽ, മസിലിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റാണ് പലപ്പോഴും ഈ മെറ്റബോളിക് പ്രോബ്ലംസിലേക്ക് വഴിതെളിക്കുന്നത്. അപ്പോൾ ഈ ഫാറ്റ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ, അതാണ് നമുക്ക് ചീത്ത ഫാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ആ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂവിനെ കൺവെർട്ട് ചെയ്യാനുമൊക്കെ ഈ ഇഞ്ചക്ഷൻ വളരെ സഹായകരമാണ്. 5, ഇത് മസിൽസിന് മുകളിലും ആക്ട് ചെയ്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം. ഈ മസിൽസ് നമ്മുടെ ഈ പ്രമേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഓർഗനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഒരു 80% ക്ലിയറൻസും ഈ മസിലിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 5 തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഇനി ഇന്ത്യയിൽ ഇതിന് ലൈസൻസ് ഉള്ളത് 2 രീതിയിൽ ഉപയോഗിക്കാനാണ്. ഒന്ന്, പ്രമേഹ രോഗികളിൽ ഡയറ്റും എക്സസൈസും എടുത്തിട്ട് പ്രമേഹം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന രോഗികൾക്ക് നമുക്ക് ഈ ഇഞ്ചക്ഷൻ പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ രണ്ടാമത്തെ ഇൻഡിക്കേഷൻ പ്രമേഹം ഇല്ലാത്തവർക്കും വണ്ണം കുറയ്ക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ BMI ബോഡി മാസ് ഇൻഡെക്സ് 27ൻ്റെ മുകളിൽ പ്ലസ് എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ, എന്ന് വെച്ചാൽ പ്രമേഹമാകാം, രക്തസമ്മർദ്ദമാകാം, ഗ്രേഡ് ഉള്ള ഫാറ്റി ലിവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ആയിരിക്കാം. അങ്ങനെ BMI > 27 വിത്ത് എ റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ ഇല്ലെങ്കിലും BMI > 30 എന്ന് വെച്ചാൽ ഒബീസിറ്റി, BMI ബോഡി മാസ് ഇൻഡെക്സ് 30ൻ്റെ മുകളിലാണെങ്കിൽ പ്രമേഹമില്ലാത്തവർക്കും വണ്ണം കുറയ്ക്കാനായിട്ട് ഒരു ഫലപ്രദമായ ഒരു ചികിത്സാ സംവിധാനമായി ഇന്ത്യയിലെ ഡ്രഗ്സ് കൺട്രോളർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ 2 ഇൻഡിക്കേഷൻസിന് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഇതെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട് നമുക്ക് ഡയറ്റ് നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ഇത് തുടങ്ങുന്ന ആദ്യത്തെ 1-2 ആഴ്ചയിൽ ചെറിയ തോതിൽ ഈ ഫുഡ് കാണുമ്പോൾ ചെറിയൊരു ഓക്കാനം വരുന്ന പോലെയൊക്കെ കാണാറുണ്ട്. പക്ഷേ അതുമെല്ലാം വളരെ ലോ ലെവൽസിലേ കാണാറുള്ളൂ. നല്ല രീതിയിൽ തന്നെ ടോളറബിൾ ആയിട്ടുള്ളൊരു ഇഞ്ചക്ഷനാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം എടുത്താൽ മതി. എത്ര എഫക്റ്റീവ്നെസ് ഇതിനുണ്ടെന്നുള്ളതാണ് ഇതിന് നമ്മൾ അവസാനമായി ആലോചിക്കേണ്ടത്. നമുക്ക് ട്രയൽസ്, ഇതിന് ഒത്തിരി പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ ഇഞ്ചക്ഷൻ വിപണിയിൽ വരുന്നത്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, പാശ്ചാത്യ രാജ്യങ്ങളിൽ 2-3 വർഷമായിട്ട് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അവിടുത്തെയും റിയൽ വേൾഡ് ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ്റെ ഏറ്റവും ചെറിയ എഫക്റ്റീവ് ഡോസ് എന്ന് വെച്ചാൽ 5 മില്ലിഗ്രാം ആണ്. നമ്മൾ തുടങ്ങുന്ന ഡോസ് 2.5 ആണ്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 4 ആഴ്ച കഴിയുമ്പോൾ നമ്മളിത് 5 മില്ലിഗ്രാം എന്നുള്ള ഡോസിലേക്ക് മാറ്റും. അതാണ് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ്. ഈ ഇഞ്ചക്ഷൻ നമുക്ക് 15 മില്ലിഗ്രാമിൻ്റെ ഡോസ് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഈവൻ 5 മില്ലിഗ്രാം ഡോസ് ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസിൽ എടുക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ വെയ്റ്റിൻ്റെ ഒരു 16% വെയിറ്റ് കുറയുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു 100 കിലോ ഉള്ളൊരു വ്യക്തിയാണ് തുടങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം ഒരു 16 കിലോ വെയിറ്റ് കുറയാനായിട്ടുള്ള സാധ്യത ഈ ഇഞ്ചക്ഷനിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഹയസ്റ്റ് ഡോസിൽ എടുക്കുമ്പോൾ ഏകദേശം 23% വെയിറ്റ് കുറയുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ 23% വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ നമുക്ക് ഒരു മരുന്ന് വെച്ചും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു വെയിറ്റ് ലോസ് ആയിരുന്നു. 23% നമ്മുടെ വെയിറ്റിൻ്റെ 23% കുറയണമെങ്കിൽ ഇതുവരെ നമുക്ക് ബെരിയാട്രിക് സർജറി അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്ന സർജറി ചെയ്താൽ മാത്രമേ ആ ലെവലിലുള്ളൊരു വെയിറ്റ് ലോസ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇപ്പോൾ സർജറി ഒന്നുമില്ലാതെ ഈ ഒരൊറ്റ ആഴ്ചയിൽ 1 പ്രാവശ്യം എടുക്കുന്ന ഇഞ്ചക്ഷനിലൂടെ നമുക്ക് ഓൾമോസ്റ്റ് ഈ സർജറി ചെയ്താൽ കിട്ടുന്ന വെയിറ്റ് ലോസ് നമുക്ക് ഈ ഇഞ്ചക്ഷനിലൂടെ നമുക്ക് അവൈലബിൾ ആവുകയാണ്. അപ്പോൾ അത് വളരെ ഈ വണ്ണം കൂടുതലുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ വണ്ണം മാക്സിമം മറ്റ് രീതികളിലൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും രക്ഷയില്ലാത്ത വ്യക്തികൾക്ക് ഈ ഇഞ്ചക്ഷൻ വളരെ ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. നന്ദി, നമസ്കാരം.